ഞങ്ങൾക്ക് ഒരേ അളവ് അറിയോ, ഞാൻ തെറ്റിൽ അങ്കിളുടെ ഉടുപ്പൊക്കെ ഇടണേ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരെണ്ണം മേടിച്ചാ മതി, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളൂ. എന്തൊരു ലാഭമായിരുന്നു അവിടെ. ഓക്കെ മീനാക്ഷി, ഇപ്പം സിനിമ പാരലലി ഓരോന്നും ഇപ്പൊ ഇത്രയും എന്താ പറയാ ലോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ കുറെ നാളുകൾക്ക് ശേഷം ഇപ്പൊ ഈ സിനിമയിലാണ് ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. പക്ഷെ എന്നാലും സിനിമയിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, സിനിമയുടെ ഭാഗമായിട്ട് എപ്പോഴും നിൽക്കാറുണ്ട്. അതിന്റെ കൂടെ പഠിത്തവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. ഇതിന്റെ എല്ലാം കൂടെ ആങ്കറിങ്, അത് എന്താ പറയാ ആ ഒരു ഒറ്റ പ്രോഗ്രാമിന്റെ സീസൺ 6 ഇപ്പൊ തുടങ്ങി അല്ലെ, എപ്പോഴും അതിലും മീനാക്ഷി തന്നെ, ഒരു മാറ്റവും ഇല്ലാണ്ട്. അത് പ്രേക്ഷകർക്ക് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടും കൂടെ ആ ചാനലായിട്ട് മൊത്തത്തിൽ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും വൈബും ഈ പറയുന്ന പോലെ നല്ല കംഫർട്ടബിൾ ആയതുകൊണ്ടും അല്ലേ തീർച്ചയായിട്ടും ഈ ഒരു സീസണിലും മീനാക്ഷി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക? അയ്യോ ഉറപ്പായിട്ടും അതെ. ഞാൻ അങ്ങനെ ആങ്കറിംഗ് എന്ന് പറയുന്ന പരിപാടി എനിക്ക് തീരെ അറിയുന്നതല്ല, ഞാൻ ആ ഫീൽഡിലുള്ള ആളേ അല്ല. ഞാനിങ്ങനെ ഒത്തിരി വർത്താനം പറയുന്നതുകൊണ്ട് എന്റെ ഒത്തിരി കുഞ്ഞായിരുന്നപ്പോ ഒരു 13 വയസ്സൊക്കെ കാണുമായിരിക്കും. ആ സമയത്ത് ഞാൻ ഏതോ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണ് ആദ്യം അവിടെ ചെല്ലണേ. അപ്പൊ അന്ന് ജഡ്ജസ് എല്ലാരും ഭയങ്കര ലെജൻഡറി ആൾക്കാരാണ് അന്നും ഇന്നും ഒക്കെ. അപ്പം ഞാൻ ചെന്നു, ഞങ്ങളിങ്ങനെ ഇതുപോലെ ഒത്തിരി വർത്താനം പറയും. അപ്പം വീട് പോലെ എന്ന് ഞാൻ പറയുമ്പോ വീട് അവര് കാരണമാണ് വീട്, കാരണം എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ്, അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് പേരായിരുന്നു അവിടെ.